മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്, 2020 മോഡൽ. അത് ഞാൻ ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജനറൽ സർവീസിനകത്തുള്ളതാണ് ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ കിലോമീറ്റർ ബേസ് നോക്കുകയാണെങ്കിൽ 27,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമുക്കൊരു 30,000 കിലോമീറ്ററിലൊക്കെയാണ് ശരിക്കും എയർ ഫിൽറ്ററൊക്കെ മാറ്റേണ്ടി വന്നത് കേട്ടോ. 30,000 കിലോമീറ്റർ ശരിക്കും എയർ ഫിൽറ്റർ പ്ലഗ് അതേപോലെ തന്നെ ഹെഡ് ഡീകാർബണൈസിങ് ഒക്കെ ചെയ്യേണ്ടത് 30,000 കിലോമീറ്ററിലാണ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം നമുക്കൊന്ന് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. തന്നെയല്ല വണ്ടിയുടെ പൊല്യൂഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ പൊല്യൂഷനൊക്കെ തീർന്ന് നിൽക്കണം കേട്ടോ. പൊല്യൂഷൻ കാണുന്നില്ല. അപ്പോൾ പൊല്യൂഷനും കൂടി കൂട്ടത്തിൽ എടുത്ത് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഫുൾ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ആവാന്നുള്ളതാണ് മെയിനായിട്ടൊരു കേസ്. അപ്പോൾ എയർ ഫിൽറ്റർ തൽക്കാലം നമുക്കൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പൊല്യൂഷൻ എടുക്കാനുള്ള സംവിധാനം ചെയ്യാം. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നേരെ അടിച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ കിക്കർ വീലിൻ്റെ റാച്ചറ്റ് വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി വയ്ക്കുക. കാരണം ഇത് ശരിക്കും ഡ്രൈ ആയതുകൊണ്ട് തന്നെ തുരുമ്പിട്ടോലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ യൂണിറ്റ് അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 27,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ഒരു തേയ്മാനം അത് കണക്ക് നോക്കുമ്പോൾ കറക്റ്റാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കൂടുതലായിട്ടുള്ളൊരു തേയ്മാനമൊന്നും വന്നിട്ടില്ല. പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും ചെക്ക് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക, ഗ്രീസിങ് നടത്തുക, റീസെറ്റ് ചെയ്യുക. അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്. പിന്നെ നമുക്കതിൻ്റെ മെയിനായിട്ട് വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല. ബെൽറ്റിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ സൈഡിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗമൊക്കെ. അപ്പോൾ ബെൽറ്റ് വേണമെങ്കിൽ ഒന്ന് മാറ്റിയിടാം. കാരണം എന്താ വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസ് വരെ ചിലപ്പോൾ ഒരു വർഷം കിടന്നൊന്നുമില്ല. ഈ കാണുന്ന പൊട്ടലൊക്കെ ഇച്ചിരി ഡീപ്പാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം നമ്മൾ വഴിപെട്ടു. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് മാറ്റേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, എക്സൈൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. അപ്പോൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.5 വോൾട്ട് കിട്ടുന്നുണ്ട്. 12.56 ആ റേഞ്ചിൽ വരുന്നുണ്ട്. വോൾട്ട് ബേസ് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെയാണ്. പക്ഷേ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത്, ലോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഓൾറെഡി ബാറ്ററി കംപ്ലീറ്റാണ് പോയതായിട്ട് അവിടെ കാണിക്കണേ. റെഡ് സിമ്പിളാണ് തെളിഞ്ഞത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് സെൽഫ് എടുക്കാത്തൊരു കംപ്ലയിൻറ്റ് വണ്ടി കാണിക്കും. അതായത് ചിലപ്പോൾ പെട്ടെന്ന് വരാം, ചിലപ്പോൾ 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ വരാം. കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും വലിയ താമസിക്കാണ്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം അത് ബാറ്ററിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോൾ എങ്ങനെയൊക്കെയോ ഓടിക്കൊണ്ടിരിക്കണം. വോൾട്ട് ഉണ്ട്, പക്ഷേ ആംബിയർ കുറവാണ്. അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയണമെന്നുള്ളൂ, ഇൻഫോം ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ പ്രതീക്ഷിക്കുക, വലിയ താമസിക്കാണ്ട് കംപ്ലയിൻറ്റിലേക്ക് എത്തും. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിക്കുന്നുണ്ട്. അഴിച്ച് അതിൻ്റെ ബ്രേക്ക് ലൈൻഡറിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ലൈൻഡറൊക്കെ നല്ല ലൈൻഡറാണ്, കമ്പനി ലൈൻഡറാണ്. നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. കേബിളിൻ്റെ ഓപ്പറേറ്റിംഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, വേറെ പ്രോബ്ലം ഒന്നും തോന്നുന്നില്ല. അതപ്പോൾ അങ്ങനെ റീസെറ്റ് ചെയ്താൽ മതി, ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ പറഞ്ഞല്ലോ, നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗും മാറ്റേണ്ടത്. അത് എയർ ഫിൽറ്റർ മാറ്റുന്ന സമയത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ ഓയിൽ പറഞ്ഞിരുന്നല്ലോ. നിലവിൽ എഞ്ചിൻ ഓയിൽ, ബെൽറ്റ്, പൊല്യൂഷൻ ടെസ്റ്റ് ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് വർക്കുമായിട്ട് വരണം കേട്ടോ. ബാക്കിയൊക്കെ ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് വിളിച്ച് പറയാം. വർക്ക് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. പൊല്യൂഷൻ്റെ കേസ് ഓൾറെഡി നമ്മുടെ അടുത്ത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മൾ അതിൻ്റെ സ്റ്റാറ്റസ് പരിവാഹനിൽ കയറി ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊല്യൂഷനും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കാരണം ഞാൻ നമ്മളെ ഇൻഫോം ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.